കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറിയത് മുതൽ കേരളത്തിലെ സ്ത്രീജനങ്ങൾ കാത്തിരിക്കുന്നത് KSRTCയിലെ സൗജന്യ യാത്രയ്ക്കാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഓരോ ദിവസവും കാത്തിരിക്കുകയാണ് ഇവരെല്ലാം. UDF പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരം KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ലഭ്യമാകുന്നത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമാകും. വരുമാന പരിധിയില്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര അനുവദിക്കും. കർണാടക, പഞ്ചാബ്, തെലങ്കാന, ആന്ധ്ര എന്നിവിടങ്ങളിൽ സ്വദേശികളായ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പാക്കിയപ്പോൾ പ്രത്യേക കാർഡുകൾ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ കേരളത്തിൽ ഇതില്ലാതെ സൗജന്യ യാത്ര അനുവദിക്കും. തമിഴ്നാട്ടിലും ഇതേ മാതൃകയാണ്. സംസ്ഥാനത്താകെ 4700ഓളം KSRTC ബസ്സുകളാണുള്ളത്. ഇതിൽ 3000ഓളം ഓർഡിനറിയാണ്. ഇവയിൽ 300 സിറ്റി ഫാസ്റ്റുകൾ ഒഴികെയുള്ള ബസ്സുകളിലാകും സൗജന്യ യാത്ര. 1400 സൂപ്പർ ക്ലാസുകളും 300 ഫസ്റ്റ് ക്ലാസുകളും ഉണ്ട്. നിലവിൽ ഒരു ഓർഡിനറി ബസ്സിൽ ദിവസം 700 മുതൽ 1000 വരെ പേര് യാത്ര ചെയ്യുന്നത്. പ്രവർത്തന ചെലവ് കൂടിയ ഡീസൽ ബസ്സുകൾ ഉപയോഗിച്ച് സൗജന്യ യാത്ര അനുവദിക്കുന്നത് പ്രായോഗികമല്ല. ഇലക്ട്രിക് ബസ്സുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പദ്ധതികളുണ്ട്. രണ്ടാം പിണറായി സർക്കാർ ഇത് പ്രയോജനപ്പെടുത്തിയിരുന്നില്ല. സൗജന്യ യാത്ര നടപ്പാക്കിയാൽ മാസം 90 കോടിയോളം രൂപ അധിക ബാധ്യതയുണ്ടാകും. നിലവിൽ ശമ്പളത്തിന് 50 കോടിയും പെൻഷന് 80 കോടിയും സർക്കാർ നൽകുന്നുണ്ട്. ഇന്ധനവില വർധനവ് മൂലം മാസം 3 കോടിയുടെ അധിക ബാധ്യതയും ഉണ്ടാകും. സൗജന്യ യാത്ര കൂടിയാകുമ്പോൾ 220 കോടി നൽകേണ്ടി വരും. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ കുടുംബാംഗങ്ങളായ പുരുഷന്മാരും യാത്ര ചെയ്യുമെന്നും ഇത് അധിക വരുമാനം ഉണ്ടാക്കുമെന്നും KSRTC കരുതുന്നത്. അതേസമയം അധികാരമേറ്റ UDF സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മുന്നണി വാഗ്ദാനം ചെയ്ത 5 ഇന്ദിരാ ഉറപ്പുകളിൽ 2 നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടന്ന പത്രസമ്മേളനത്തിൽ കേരള മുഖ്യമന്ത്രി VD സതീശൻ KSRTC ബസ്സുകളിൽ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ ബസ് യാത്ര, വയോജനങ്ങളുടെ അന്തസ്സ്, പരിചരണം, കേന്ദ്രീകൃത ക്ഷേമം എന്നിവ ഉറപ്പാക്കുന്നതിനായി മുതിർന്ന പൗരന്മാർക്കായി ഒരു സമർപ്പിത വകുപ്പ് തുടങ്ങിയ ഉറപ്പുകൾ പ്രഖ്യാപിച്ചു. ഇത്തരമൊരു വകുപ്പ് രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാകുമെന്ന് ഞാൻ കരുതുന്നു. ജപ്പാൻ എങ്ങനെയാണ് മുതിർന്ന പൗരന്മാർക്കായി പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്ന് ഞങ്ങൾ പഠനങ്ങൾ നടത്തും. കാരണം അവർക്ക് അനുകരണീയമായ ഒരു മാതൃകയുണ്ട്. ഒരു സമൂഹം എത്രത്തോളം ആധുനികമാണെന്ന് മനസ്സിലാക്കാൻ അത് മുതിർന്ന പൗരന്മാരെ എങ്ങനെ പരിഗണിക്കുന്നു എന്നതിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ജൂൺ 15 മുതൽ സൗജന്യ ബസ് യാത്ര നടപ്പിലാക്കുമെന്നും പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആശാവർക്കർമാരുടെ ഓണറേറിയം നിലവിലുള്ള 9000 രൂപയിൽ നിന്നും 3000 രൂപ വർദ്ധിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ആശാവർക്കർമാരുടെ പ്രതിഷേധ വേദിയിൽ ഞാൻ പോയി. ആദ്യ മന്ത്രിസഭാ യോഗം മുതൽ അവരുടെ ആവശ്യങ്ങൾ ഓരോന്നായി നടപ്പിലാക്കാൻ തുടങ്ങുമെന്ന് അവരോട് പറഞ്ഞിരുന്നു. ഞാൻ ആ വാക്ക് പാലിക്കുന്നു. ഞങ്ങൾ ആവശ്യപ്പെട്ട സാമ്പത്തിക ബാധ്യതകളെയും സാമ്പത്തിക ആഘാതത്തെയും കുറിച്ചുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 1 മാസത്തിനുള്ളിൽ ആശാവർക്കർമാരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് തീരുമാനമെടുക്കും. സംസ്ഥാന ധനകാര്യത്തെക്കുറിച്ച് സർക്കാർ ഒരു ധവളപത്രം പുറത്തിറക്കും. അംഗൻവാടി വർക്കർമാർക്കും സഹായികൾക്കും നിലവിലുള്ള പ്രതിമാസ ശമ്പളം 14,500 നിന്നും 1000 വർദ്ധിപ്പിച്ച് 15 ആക്കും. പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ, പാചകക്കാർ എന്നിവരുടെ ഓണറേറിയം 1000 വർദ്ധിപ്പിച്ചു. MLA-മാരുടെ സത്യപ്രതിജ്ഞയ്ക്കായി മെയ് 21 നിയമസഭയുടെ ആദ്യ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് സർക്കാർ ശുപാർശ ചെയ്തിട്ടുണ്ട്. സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് മെയ് 22 നടക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം മെയ് 29 പ്രതീക്ഷിക്കുന്നു. പാർട്ടിക്കെതിരെ മത്സരിച്ച അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്നും UDF പിന്തുണയോടെ വിജയിച്ച മുൻ CPIM നേതാവ് G സുധാകരനെ പ്രോട്ടേം സ്പീക്കറായി നിയമിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മുൻ നിയമന ഉപദേഷ്ടാവായിരുന്ന മുതിർന്ന അഭിഭാഷകൻ K ജാജു ബാബുവിനെ അഡ്വക്കേറ്റ് ജനറലായി നിയമിച്ചു. 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടി സർക്കാരിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി സേവനമനുഷ്ഠിച്ച T ആസഫ് അലിയെ വീണ്ടും ആ സ്ഥാനത്ത് നിയമിച്ചു. 2023 ആലപ്പുഴയിൽ നവകേരള സദസ്സിന് മുന്നോടിയായി ആലപ്പുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ കേരള സ്റ്റുഡൻസ് യൂണിയൻ പ്രവർത്തകർക്ക് നേരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനും നടത്തിയ ആക്രമണത്തെക്കുറിച്ച് പുനരന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.